പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്തതായി നമ്മൾ വായിക്കാം വരയ്ക്കാം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് പരിചയപ്പെടുന്നത്. അത് വായിക്കാം വരയ്ക്കാം എന്ന പാഠഭാഗത്തിൽ കേരളത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം, ജനസംഖ്യ കുറവുള്ള ജില്ല വയനാട്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്, ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ഓക്കെ, ഇനി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. പാതിര മണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയിലാണ്. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. അതുപോലെ വന്യജീവി സങ്കേതങ്ങളും പഠിക്കണം. ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ്. അത് നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി ദിക്ക് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അതുപോലെ തന്നെ സൂര്യോദയം നോക്കി നിൽക്കുന്ന ഒരാളിന്റെ മുൻപിലുള്ള ദിക്ക് കിഴക്ക്, പിന്നിലുള്ള ഭാഗം പടിഞ്ഞാറ്, വലതു ഭാഗം തെക്ക്, ഇടതു ഭാഗം വടക്ക് ദിക്കായിരിക്കും. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം എപ്പോഴും എന്താണ്? വടക്ക് ദിശ, താഴെയുള്ള ഭാഗം തെക്ക് ഭാഗമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ പാഠഭാഗത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് ഇന്ത്യയിലൂടെ എന്നുള്ള പാഠഭാഗമാണ്. അതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ട്. അപ്പോൾ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ആപ്പിൾ സംസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. കാഞ്ചീപുരം പട്ടിന് പേര് കേട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. ഓക്കെ, അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ തമിഴ്. ഇനി കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓർക്കിഡുകളുടെ പറുദീസ എന്ന പേരിലാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. അവിടുത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട മൃഗത്തിന്റെ പേരാണ് മിഥുൻ. ഓക്കെ, ദെൻ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട നൃത്തരൂപം ഗർഭ നൃത്തരൂപമാണ്. അത് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. ദെൻ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളും അവയുടെ കലാരൂപങ്ങളുടെ പേരും ഒന്ന് മനസ്സിലാക്കണം. കഥക്ക്, അത് ഉത്തർപ്രദേശിലെ പ്രധാന കലാരൂപമാണ് കഥക്ക്. ആന്ധ്രാപ്രദേശിലെ പ്രധാന കലാരൂപമാണ് കുച്ചിപ്പുടി. ദെൻ ഒഡീഷയിലെ പ്രധാന കലാരൂപമാണ് ഒഡീസി. മണിപ്പൂരിലെ പ്രധാന കലാരൂപമാണ് മണിപ്പൂരി. ദെൻ ഭരതനാട്യം, തമിഴ്നാട്ടിലെ പ്രധാന കലാരൂപമാണ് ഭരതനാട്യം. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ മുദ്രകളാണ്. ദേശീയ ഗാനം ജനഗണമന. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് അശോക ചക്രവർത്തി സാരനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തംഭത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ദേശീയ ഫലം മാങ്ങ. ദേശീയ വൃക്ഷം പേരാല്. അതുപോലെ തന്നെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക മൃഗം ആന. അതുപോലെ തന്നെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. അതുപോലെ തന്നെ ദേശീയ രൂപ. ഓക്കെ, ദേശീയ നാണയം രൂപ. ഇങ്ങനെ അപ്പോൾ നമ്മുടെ ദേശീയ മുദ്രകളെ കുറിച്ചും ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചും നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ.